10ാം ക്ലാസ് കഴിഞ്ഞ് കയ്യിൽ വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ തിരുവനന്തപുരത്തെ ചെങ്കലിൽ നിന്നും മുംബൈയിലേക്ക് വണ്ടി കയറിയ ഒരു സാധാരണ പയ്യൻ. തെക്കേ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഹോട്ടൽ വ്യവസായിയായി വളർന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിത യാഥാർത്ഥ്യമാണ്. കഠിനാധ്വാനം കൊണ്ട് മാത്രം ജീവിതം കെട്ടിപ്പടുത്ത രാജശേഖരൻ നായർ എന്ന ആ പഴയ 10ാം ക്ലാസ്സുകാരനാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെയും വ്യവസായ രംഗത്തെയും ശ്രദ്ധേയ സാന്നിധ്യം. കഴിവിന്റെ തീപ്പൊരിയാണ് കഠിനമായ ജീവിത മേഖലയിൽ നിന്ന് തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ രാജശേഖരൻ നായരെ ഉയർത്തിയത്. നിശ്ചയദാർഢ്യത്തിന്റെ ആയുധം ഉപയോഗിച്ചാണ് വളർന്നത്. ഒരു രാഷ്ട്രീയക്കാരന്റെ കരസ്പർശം അതിൽ പ്രകടമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകരയിലെ BJP സ്ഥാനാർത്ഥി. BJP പ്രതീക്ഷിച്ചതിലും മികച്ച വോട്ട് നേടി. ഇത്തവണ തിരുവനന്തപുരം സെൻട്രലിലേക്കാണ് രാജശേഖരൻ നായരെ പരിഗണിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ബോംബെ ഗുണ്ടകളും അധോലോകവും കൊടികുത്തി വാഴുന്ന കാലം. മലയാളികളെ മദ്രാസി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ആ നഗരത്തിൽ ഒരു ഹോട്ടലിലെ സപ്ലയറായിട്ടായിരുന്നു തുടക്കം. ദിവസം 20 മണിക്കൂർ വരെ ജോലി, ഉറക്കം പലപ്പോഴും റോഡരികിലെ ഷെഡുകളിൽ. അതിനിടയിലും പുതിയ കോഴ്സുകൾ പഠിക്കാനും സമയം കണ്ടെത്തി. ഗൾഫിലേക്ക് പോകാൻ ശ്രമിച്ച അദ്ദേഹത്തെ ദിനേശ് അഗർവാൾ എന്ന മാർവാടി ബിസിനസ്സുകാരൻ തന്റെ സഹായിയായി കൂടെ കൂട്ടിയതാണ് ജീവിതത്തിലെ ആദ്യത്തെ വഴിതിരിവ്. 10 വർഷത്തെ വിശ്വസ്ത സേവനത്തിനൊടുവിൽ അദ്ദേഹം സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. ചെറുപ്പത്തിലെ RSS ശാഖയിലൂടെ ലഭിച്ച വ്യക്തിത്വ പരിശീലനമാണ് അദ്ദേഹത്തിന് കരുത്തായത്. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റും ഗുണ്ടാ ആക്രമണവും ഭയന്ന് ആരും പുറത്തിറങ്ങാതിരുന്ന സമയത്ത് രാം നായിക്കിനു വേണ്ടി ജനതാ പാർട്ടിയുടെ പ്രചാരണത്തിന് അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. മുംബൈയിൽ ബിസിനസ് പച്ചപിടിക്കുന്നതിനിടയിലാണ് തെന്നിന്ത്യൻ സിനിമാ താരം രാധയെ അദ്ദേഹം ജീവിതസഖിയാക്കുന്നത്. രാധ അന്ന് വലിയൊരു താരമാണെന്ന് പോലും ആ തിരക്കുകൾക്കിടയിൽ രാജശേഖരൻ നായർ അറിഞ്ഞിരുന്നില്ല. കാർത്തിക, വിഘ്നേഷ്, തുളസി എന്നീ 3 മക്കളടങ്ങുന്ന സന്തുഷ്ട കുടുംബം. മുംബൈയിൽ ബിസിനസ് സാമ്രാജ്യം വളരുമ്പോഴും സ്വന്തം നാട്ടിൽ കുറച്ചുപേർക്കെങ്കിലും ജോലി നൽകണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് തിരികെ എത്തിച്ചത്. ആരും പോകാൻ ഭയപ്പെട്ടിരുന്ന കോവളത്തെ ഒരു പ്രദേശം ഇന്ന് കാണുന്ന പഞ്ചനക്ഷത്ര റിസോർട്ടായ ഉദയ് സമുദ്ര ആയി മാറിയത് അങ്ങനെയാണ്. 2014 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ നരേന്ദ്രമോദി ഉദയ് സമുദ്രയിലാണ് താമസിച്ചത്. രാജശേഖരൻ നായരുടെ മികവ് കണ്ട് ഗുജറാത്തിലേക്ക് ബിസിനസ് മാറ്റാൻ മോദി ക്ഷണിച്ചെങ്കിലും കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി നൽകി. പ്രവാസികൾ കാരണം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ മാറ്റണം എന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം കേട്ട് പ്രധാനമന്ത്രിയും പിന്തുണയറിയിച്ചു. പിന്നീട് മോദി വീണ്ടും കേരളത്തിൽ വന്നപ്പോൾ വിശ്രമിച്ചത് അദ്ദേഹം ശംഖുമുഖത്ത് പുതുതായി തുടങ്ങിയ ഉദയ് സ്വീറ്റ്സിലായിരുന്നു. ആലപ്പുഴയിലും വാഗമണ്ണിലുമായി റിസോർട്ടുകളും. സ്വന്തം നാടായ ചെങ്കലിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇന്ന് 2000-ഓളം പേർക്കാണ് അദ്ദേഹം തൊഴിൽ നൽകുന്നത്. കഴിഞ്ഞ തവണ നെയ്യാറ്റിൻകരയിൽ BJP സ്ഥാനാർത്ഥിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജശേഖരൻ നായരെ ഇത്തവണ തിരുവനന്തപുരം സെൻട്രലിലേക്കാണ് പാർട്ടി പരിഗണിക്കുന്നത്. വെറും ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി വിയർപ്പൊഴുക്കി വിജയം നേടിയ ഒരു വലിയ മനുഷ്യന്റെ കരുത്തുണ്ട് ആ പേരിന് പിന്നിൽ.